ഹോം മേക്കർ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, അതിൻ്റേതായ പരിമിതികളൊക്കെ ഉണ്ട്. നമുക്കറിയാവുന്ന രീതിയിൽ ചെയ്യുവാണ്. അപ്പോൾ ഇന്നൊരു കഷായം ഉണ്ടാക്കാം. ഇപ്പോൾ പനിയുടെ സീസണാണല്ലോ, അപ്പം ഒരു നാടൻ കഷായം നമുക്കുണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ആടലോടകത്തിൻ്റെ ഇല വേണം, പനിക്കൂർക്ക ഇല വേണം, തിപ്പിലിയുടെ ഇല വേണം, പിന്നെ ചുമന്ന തുളസി ഇല, പിന്നെ പച്ചമല്ലി, ഉള്ളി, പിന്നെ ശരീരമേഖലയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ് തൊട്ടാവടിയുടെ ഇല. സമൂലം കിട്ടിയാൽ കൊള്ളാം. ഇലയും എല്ലാം കൂടെ കഴുകി വൃത്തിയാക്കി എടുത്തത്, പിന്നെ കരിപ്പട്ടി. ഇത്രയും സാധനങ്ങളാണ് വേണ്ടുന്നത്. കുറച്ച് വെള്ളം കുക്കറിനകത്ത് അടപ്പേ വെക്കുക. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുക്കുക. ചതച്ചിട്ടാലും നല്ലതാണ്, അല്ലാതെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ രണ്ട് മൂന്ന് വിസിലടിച്ച് വേവിച്ചിട്ട് പിന്നെ തണുക്കുമ്പോൾ പിഴിഞ്ഞെടുത്താലും കൊള്ളാം. അങ്ങനെ ആയാലും കുഴപ്പമില്ല. ചുമയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ് ആടലോടകത്തിൻ്റെ ഇല. അതിൽ നമുക്ക് ആടലോടകത്തിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇലയെല്ലാം ഇട്ട് കൊടുക്കാം. തിപ്പിലിയുടെ ഇല, ഇതെല്ലാം വൃത്തിയായിട്ട് കഴുകി വേണം എടുക്കാൻ. കഴുകി ഒന്ന് അരിഞ്ഞ് എടുത്താൽ കൊള്ളാം. പുഴുവും പ്രാണിയൊക്കെ കാണുമല്ലോ, നമ്മൾ പുറത്തേക്കുന്ന സാധനമല്ലേ. ഇത് പനിക്കൂർക്കയുടെ ഇല, പിന്നെ ചുമന്ന തുളസി ഇല. എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്, അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കുന്ന സാധനമാണ്. എല്ലാം കഴുകി വൃത്തിയാക്കി വേണം നമ്മൾ ഉപയോഗിക്കാൻ. തൊട്ടാവടിയുടെ ഇല അതിൻ്റെ സമൂലമാണ്, വേരൊഴിച്ചിട്ട്, വേരോടാണെങ്കിൽ നല്ലതാണ്. അതൊന്ന് ചെറുതായിട്ട് ചതച്ച് ഇടുന്നതാണ് നല്ലത്. പക്ഷെ അതിന് വേരുണ്ടായിട്ടേ ചതച്ചിടണം. ഏറ്റവും ബെസ്റ്റാണ്, നമുക്ക് ശരീരം വേദനയ്ക്ക് നല്ലതാണ് തൊട്ടാവാടിയുടെ സമൂലം. നമ്മുടെ പച്ചമല്ലി ഒന്ന് ചതച്ചിടുന്നത് നല്ലതാണ്. എല്ലാം നമ്മൾ വൃത്തിയാക്കി വേണം. കഴുകി ഉണക്കി വെച്ചേക്കുന്ന മല്ലിയാണ് പച്ചമല്ലി. ഇതിൻ്റെ കൂടെ ആവി കൂടെ കൊണ്ടാൽ നല്ലതാണ്. പിന്നെ ഉള്ളി, ചുവന്നുള്ളി, ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടെ നമ്മൾ കുക്കറിനകത്ത് ഇട്ടാൽ മതി. ഒന്നിച്ചെടുത്ത് വേവിച്ചിട്ട് ആറി കഴിയുമ്പോൾ നന്നായിട്ട് പിഴിഞ്ഞ് എടുത്തിട്ട് അരിച്ചെടുക്കാം. കുരുമുളകും വേണം കേട്ടോ. കുരുമുളക് നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ മതി. ലാസ്റ്റ് കൂടിട്ടാലും കുഴപ്പമില്ല. പിന്നെല്ലാം നമ്മളിത് ഇതായി വരുമ്പം അരിച്ചെടുത്തിട്ട് അതിനകത്ത് കുരുമുളകോടെ പൊടിച്ചിട്ട് ചൂടോടെ കുടിച്ചാൽ മതി. പിന്നെ 1 കിലോ കരിപ്പൊട്ടിയാണ്. കരിപ്പൊട്ടി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിലങ്ങ് ഇട്ടാൽ മതി, അതങ്ങ് അരിഞ്ഞോളും. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് അരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടുന്നത്. ചുക്കും കുരുമുളകും ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടിട്ടാലും കുഴപ്പമില്ല, അല്ലാതെ നമുക്ക് അതിൻ്റെ പൊടി ചേർത്ത് കഴിച്ചാലും പ്രശ്നമില്ല. ഇതിവിടെ നിന്ന് തിളയ്ക്കട്ടെ. കുക്കർ അടച്ച് വയ്ക്കാം. പിന്നെ 2-3 വിസിൽ വരട്ടെ. അങ്ങനെ നമ്മുടെ കഷായം റെഡി. ഇനി ഇത് പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലോട്ടാക്കി വയ്ക്കണം.
നന്നായിട്ടിങ്ങനെ ഞെരടി കഴിയുമ്പോൾ അതിൻ്റെ എസൻസ് എല്ലാം അങ്ങ് ഇറങ്ങും. എന്നിട്ടത് മറ്റൊരു പാത്രത്തിലോട്ട് അരിച്ചൊഴിച്ചിട്ട് കുരുമുളകും ചേർത്ത് കുടിക്കാൻ പറ്റും. ചൂടോടെ കുടിക്കണം. എസൻസ് എല്ലാം ഇതിനകത്ത് അരിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നല്ലതായിട്ട് ഞെവിടിയിട്ടാണ് എടുത്തത്. ഇതുകൊണ്ട് നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കണും ഒന്ന് അമർത്തിയേക്കണേ ദയവ് ചെയ്ത്. കരട് കിടക്കുന്നുണ്ട്, അത് വരാൻ ഒത്തിരി പാടും. അങ്ങനെ നമ്മുടെ കഷായം റെഡി. ഇനി ഇത് നല്ലതായിട്ട് ഇപ്പോൾ തണുത്തിരിക്കുവാണേ. ഒന്ന് ചൂടാക്കി കുരുമുളക് ഇട്ട് കഴിച്ചുകൊണ്ടാൽ മതി. അപ്പോൾ പനി പെട്ടെന്ന് വീർത്തങ്ങ് പൊക്കോളും. എൻ്റെ ചാനലൊന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കണും ഒന്ന് അമർത്തിയേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം.